أعوذ بالله من الشيطان الرجيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. ഏറെ പ്രിയം നിറഞ്ഞവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കൊക്കെ ഉണ്ടായിരിക്കേണ്ട ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചും നമ്മളുടെ ഒരു സാമൂഹിക ബോധത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അൽ അംറും ബിൽ മഅറൂഫ് വ നഹിയും അനിൽ മുൻകർ എന്ന് പറയുന്ന കാര്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഇനി ഇതെങ്ങനെ നമ്മൾ നിർവഹിക്കുക, അതിൻ്റെ മാതൃക എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും നല്ല മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. നമുക്ക് ഒരാളുടെ തെറ്റ് തിരുത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാകും. ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ട ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ നമുക്ക് മാതൃക ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ ഒരാളുടെ തെറ്റ് നമ്മൾ തിരുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരാളെ വെറുക്കുന്ന രൂപത്തിൽ, ഒരാളെ മോശമാക്കുന്ന രൂപത്തിൽ അത് തിരുത്തരുത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളിൽ എന്തോ തെറ്റോ തിന്മയോ കണ്ടിട്ട് ആ ആളെ അതിനെ അത് ചെയ്തതിൻ്റെ പേരിൽ ആകെ മോശമാക്കിയിട്ട് അവതരിപ്പിക്കുക, എന്നിട്ട് ആളുകളുടെ മുന്നിൽ അയാളെ പരിഹാസ്യനാക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഒരാൾക്ക് ഒരു തെറ്റ് തിരുത്തുമ്പോൾ അത് തിരുത്തണം എന്നുള്ളൊരു തോന്നൽ അയാൾക്ക് ഉണ്ടാവുന്ന രൂപത്തിൽ, അതിനാണ് ഗുണകാംക്ഷ എന്ന് പറയും. ഇസ്ലാമിൽ ഗുണകാംക്ഷ, നസീഹത്ത് എന്ന് പറയും. ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അയാളുടെ നന്മയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ മൂപ്പരെ നാലാൾക്ക് മുന്നിൽ മോശമാക്കണം എന്നൊരു ഉദ്ദേശം നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ആളുകളുടെ ന്യൂനതകൾ ഇങ്ങനെ പരസ്യപ്പെടുത്തരുതെന്നാണ്. എന്തെങ്കിലും കുറവുകൾ, നമ്മളിപ്പോൾ ആരോ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടു, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ നമ്മൾ അപ്പുറത്തോനോട് ചെന്ന് പറയില്ലേ, ഓൻ അങ്ങനെയാടാ, എന്നിട്ട് ഓൻ അപ്പുറത്തോനോട് പറയും, ഓൻ അത് ചെയ്യട്ടെ, ഞാൻ കണ്ടു ഓൻ അങ്ങനെ ചെയ്യണ കണ്ടു. ഇങ്ങനെ ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അതെന്താ? അതിൻ്റെ പ്രശ്നം, അത് ഓനെക്കുറിച്ച് ഭയങ്കര മോശമായ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്യേണ്ടത്. നമ്മൾ ആരുടെ അടുത്തെന്തോ മോശത്തരം കണ്ട ഓനോട് ചെന്നിട്ട് നമ്മൾ പറയാം, നീ ഇങ്ങനെ ചെയ്യണത് കണ്ടല്ലോ, അത് തെറ്റല്ലേ, അത് മോശമല്ലേ, ചെയ്യാൻ പാടില്ലല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കണം. അത് ഇപ്പോൾ റസൂലിൻ്റെ കാലത്തൊരു സംഭവം ഉണ്ട്, നമുക്ക് അറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞൊരു സംഭവമാണ്. ഒരിക്കലും റസൂലും സഹാബത്തും ഇങ്ങനെ പള്ളിയിലിരിക്കുന്ന സമയത്ത് ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരാൾ പള്ളിയിൽ കയറിയിട്ട് ഒരു സൈഡിൽ പോയിട്ട് ഇങ്ങനെ മൂത്രമൊഴിക്കാം. അപ്പോൾ പള്ളിയല്ലേ, പള്ളിയിൽ ആൾ മൂത്രമൊഴിക്കണ കണ്ടപ്പോൾ സ്വഹാബിമാരൊക്കെ എണീറ്റിട്ട് അയാളെ ചീത്ത പറയാനും തല്ലാനൊക്കെ ഓടി ചെല്ലുകയാണ്. അപ്പോൾ റസൂൽ എന്ത് ചെയ്തു? സഹാബിമാരെ തടഞ്ഞു. നിങ്ങളവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. അയാളത് പൂർത്തീകരിക്കട്ടെ, ആൾ മൂത്രമൊഴിച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ മൂത്രമൊഴിച്ച് കഴിഞ്ഞിട്ടും റസൂൽ ആളോടൊന്നും പറയുന്നില്ല, മറിച്ച് ഈ സഹാബിമാരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരും. അങ്ങനെ ഒരു പോയിട്ട് വെള്ളമൊക്കെ കൊണ്ടുവന്നു, അതിലൊഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒഴിച്ചു, അതൊക്കെ വൃത്തിയാക്കി. എന്നിട്ട് ആളെ വിളിച്ചു. ആളെ വിളിച്ചിട്ട്, അപ്പോൾ ഇയാളിതൊക്കെ ആളെ വിളിച്ചിട്ട് റസൂൽ പറഞ്ഞു, ഇത് പള്ളിയാണ്, നിസ്കരിക്കുന്ന സ്ഥലമാണ്, ഇവിടെ ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പിന്നെ അവിടെ മൂത്രമൊഴിക്കില്ല. കാരണം എന്താ? ആളിതൊക്കെ കാണുന്നുണ്ട്. ആൾ മൂത്രമൊഴിക്കാൻ അറിയാതെ ചെയ്തതാണ്. ആൾ മൂത്രമൊഴിക്കാൻ തുടങ്ങിയപ്പോൾ ആളെ ചീത്ത പറയാനും തല്ലാനും തടയാനൊക്കെ വന്ന ആളുകളെ റസൂൽ തടയാണ്. എന്നോടൊന്നും പറഞ്ഞില്ല, ഓരോടോ പറഞ്ഞത് വൃത്തിയാക്കാൻ. അപ്പോൾ ഇത് അയാളുടെ മനസ്സിലത് പതിയും. അതുകൊണ്ട് ആൾ പിന്നെ ആ പണി ചെയ്യൂല. കാരണം അയാളെ തിരുത്തുന്നതിൽ ഒരു പ്രത്യേകമായ രീതിയിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തണം. അപ്പോൾ ആളുകളുടെ ഇടയിൽ വെച്ച് മോശമാക്കി, ആളുകളെ ചീത്ത പറഞ്ഞ് അങ്ങനെ നമുക്ക് തിരുത്താൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ആളുകളുടെ ഇടയിലൊക്കെ ഒരാളോട് ഒരു തെറ്റിനെ തടഞ്ഞ് ദേഷ്യപ്പെട്ട് ചൂടായി, ആ സമയത്ത് ചിലപ്പോൾ ആൾ ഒന്നും പ്രതികരിക്കില്ല. പക്ഷെ പിന്നെ അയാളുടെ മനസ്സിലൊരു തരം വിദ്വേഷം, ഒരു വെറുപ്പ്, നമ്മളോടൊക്കെ ഒരു ശത്രുത ഒക്കെ രൂപപ്പെടും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ കൽപ്പിക്കുന്ന സമയത്തും ശ്രദ്ധിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ഒരു കാര്യം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഇങ്ങനെ ഉദാഹരണങ്ങളൊക്കെ വെച്ചിട്ട് അതിനെങ്ങനെ വിവരിച്ചു കൊടുക്കും. അപ്പോൾ ആളുകളുടെ മനസ്സിൽ അത് പതിയും. ഇപ്പോൾ നിസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഒരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ഉദാഹരണം പറയുകയാണ്. അവരോട് ചോദിച്ചു, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് കൂടെ ഒരു പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചോ? അപ്പോൾ പുഴ ഒഴുകുന്നുണ്ട്.
നമ്മൾ പോയിട്ട് ദിവസവും ആ പുഴയിൽ നിന്ന് 5 സമയം ഇങ്ങനെ തേച്ചൊരച്ച് കുളിക്കണം. അങ്ങനെ കുളിച്ചാൽ നിങ്ങളെ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്ക് ബാക്കിയുണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വഹാബിമാർ പറഞ്ഞു, ഇല്ല റസൂലേ, 5 നേരമൊക്കെ കുളിച്ചാൽ പിന്നെ ആരുടെ ദേഹത്ത് എന്തെങ്കിലും അഴുക്കുണ്ടാവുമോ, എന്തെങ്കിലും പൊടി ഉണ്ടാവുമോ, ചളി ഉണ്ടാവുമോ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതുപോലെയാണ് എന്ത്, ഇതുപോലെയാണ് 5 നേരത്തെ നിസ്കാരം. നമ്മൾ ഓരോ സമയത്ത് നിസ്കരിക്കുമ്പോഴും നമ്മളുടെ ജീവിതത്തിലെ തെറ്റുകളൊക്കെ ഇങ്ങനെ മായ്ക്കപ്പെടുകയാണ്. നമ്മളുടെ മനസ്സ് ശുദ്ധമാവുകയാണ്, നമ്മളുടെ പ്രവർത്തനങ്ങൾ ശുദ്ധമാവുകയാണ്. അപ്പോൾ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിച്ചാലുണ്ടാകുന്ന മെച്ചത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത അവൻ്റെ മനസ്സിലിങ്ങനെ പതിയും, ഈ ഉദാഹരണത്തിന് പതിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉദാഹരണം വെച്ചിട്ടാണ് കാര്യങ്ങൾ പറയുക. ഒരിക്കൽ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടല്ലോ, ഇത് ഏതുപോലെയാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു വിളക്ക് കത്തിച്ച, വിളക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. കാരണം ഇപ്പോൾ കറണ്ടൊക്കെ ഉണ്ടായതുകൊണ്ട്, ഇപ്പോൾ എല്ലായിടത്തും കറണ്ട് പോയാൽ നമുക്ക് ഇൻവെർട്ടർ ഉണ്ടായതുകൊണ്ട് വിളക്കിൻ്റെ ആവശ്യമില്ല. പണ്ട് കാലത്തൊക്കെ കറണ്ടൊക്കെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കറണ്ട് പോകുമ്പോഴൊക്കെ ഉപയോഗിച്ചിരുന്ന വിളക്കുണ്ടാവും. തീയാണ്. തീ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അടുപ്പിലൊക്കെ തീ ഉണ്ടാവില്ല. അപ്പോൾ ഈ വിളക്ക് കത്തിച്ചാൽ എന്താ സംഭവിക്കുക? ഇരുട്ടിൽ വിളക്ക് കത്തിച്ചാൽ ഈ വെളിച്ചം തേടിയിട്ട് പ്രാണികൾ വരും. ഇപ്പോൾ ലൈറ്റിലും വരും അല്ലേ? നമ്മൾ ചിലപ്പോൾ ലൈറ്റൊക്കെ ഇട്ടാൽ, രാത്രി ലൈറ്റൊക്കെ ഇട്ടാൽ പ്രാണികൾ ഇങ്ങനെ വന്നിട്ട് ആ ലൈറ്റിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങും. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ. ഈ ലൈറ്റിൻ്റെ അടുത്ത് പ്രാണി വരുന്ന പോലെയല്ല വിളക്കിൻ്റെ അടുത്ത് വന്നാൽ. കാരണം വിളക്ക് ഇങ്ങനെ തീയാണ്, അതിൻ്റെ അടുത്ത് ഇങ്ങനെ പാറി പറഞ്ഞാൽ ആ തീയിൽ പെട്ടാൽ അതിൻ്റെ ചിറക് കരിഞ്ഞു പോകും, അത് ചത്തുപോകും, ചിലപ്പോൾ ആ പ്രാണികൾ ചത്തുപോകും. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇതുപോലെയാണ് ഞാൻ. ആളുകളൊക്കെ ജീവിതത്തിൽ കുറേ തെറ്റുകളും തിന്മകളൊക്കെ ചെയ്തിട്ട് അവരിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയാൽ എന്താ സംഭവിക്കുക? അവർ ചെന്നിട്ട് വലിയ നരകത്തിൻ്റെ തീയിൽ ചെന്ന് പോയി പതിക്കും. ഞാനെന്താ ചെയ്യുന്നത്? ഞാൻ ആ വിളക്കിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് അതിലേക്ക് വരുന്ന പ്രാണികളെയൊക്കെ ഇങ്ങനെ ആട്ടിവിടുന്നത് പോലെ നരകത്തിലേക്ക് പോകുന്ന ആളുകളെ അതിൽ പെടാതെ ഇങ്ങനെ അതിൽ നിന്ന് മാറ്റിയെന്ന ആളാണ്. അപ്പോൾ റസൂൽ എന്താ ചെയ്യുന്നത് എന്നതിൻ്റെ ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഉദാഹരണം പറയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആളുകൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ ഇങ്ങനെ കുറേ വഴികളുണ്ട്. സാഹചര്യം ഉപയോഗപ്പെടുത്തുക, അതായത് ഒരു സിറ്റുവേഷന് ഉപയോഗപ്പെടുത്താം. ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തൊക്കെ ഒരു യാത്ര കഴിഞ്ഞ് ഇങ്ങനെ മടങ്ങി വരികയാണ്. അപ്പോൾ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അവർ ഒരു സ്ഥലത്ത് ഇങ്ങനെ വിശ്രമിക്കാനിരുന്നു, റെസ്റ്റ് എടുക്കാനിരുന്നു. അപ്പോൾ ഒരു ഗ്രൗണ്ടാണ്, ഒരു നല്ല ഗ്രൗണ്ടാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഈ മൈതാനത്ത് എന്തെങ്കിലും വേസ്റ്റ് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവശിഷ്ടങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? അപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഇല്ല റസൂലേ, ഇത് നല്ല ഗ്രൗണ്ടല്ലേ, നല്ല വൃത്തിയുണ്ടല്ലോ ഇവിടെ. അപ്പോൾ റസൂൽ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഓരോരുത്തരും ഇറങ്ങിയിട്ടൊന്ന് ചെക്ക് ചെയ്യുക, സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളെ കയ്യിൽ കിട്ടുന്ന എല്ലിൻ്റെ കഷ്ണങ്ങൾ, മുള്ളുകൾ, വടികൾ, കോലുകൾ അതൊക്കെ ഒന്ന് പെറുക്കിക്കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ഓരോരുത്തരും ഇങ്ങനെ പോയി അവരുടെ കയ്യിൽ കിട്ടിയതും കണ്ണിൽ കണ്ടതുമായ ഇതൊക്കെ ഇങ്ങനെ പെറുക്കി 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 കൊണ്ടുവന്നു. അങ്ങനെ പെറുക്കിക്കൊണ്ട് വന്നപ്പോൾ അതിങ്ങനെ കൂട്ടി വെച്ച് നോക്കിയപ്പോൾ റസൂലിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇടുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ടപ്പോൾ അതൊരു കൂമ്പാരമായിട്ട് ഇങ്ങനെ മാറിയെന്നാണ്. അപ്പോൾ അവരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ നോക്ക്, ഒറ്റ നോട്ടം നോക്കിയപ്പോൾ ഇവിടെ ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഇപ്പം എങ്ങനെ ഇതൊരു വലിയ കൂമ്പാരം വേസ്റ്റായി മാറിയത്? ഇതേപോലെയാണ് നമ്മളുടെയൊക്കെ ജീവിതം. നമ്മളെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ വലിയ കുഴപ്പം തോന്നില്ല. ഞാനിപ്പോൾ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ല, എൻ്റെ ജീവിതത്തിൽ വലിയ തിന്മൊന്നുമില്ലല്ലോ, ഞാൻ ഉഷാറാണല്ലോ എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നും. പക്ഷെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് നമ്മളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാൽ എൻ്റെ പ്രശ്നം എന്താണ്? ഞാൻ വർത്തമാനം പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ആരോടെങ്കിലും പെരുമാറുന്നതിൽ പ്രശ്നമുണ്ടോ? ഞാൻ ഉമ്മനോടും ഉപ്പനോടുള്ള എൻ്റെ പെരുമാറ്റത്തിൽ പ്രശ്നമുണ്ടോ? അവരോട് ഞാൻ അനുസരണക്കേടുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഓരോ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഞാൻ എങ്ങനെയാണ്? അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്കിങ്ങനെ തോന്നും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് വെക്കുക. നമ്മളൊരു പേപ്പർ എടുത്തിട്ട് എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഇങ്ങനെ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോഴാണ് നമുക്ക് തിരുത്താൻ പറ്റുക. അപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറഞ്ഞതാണ്. വേറൊരിക്കലും ഇങ്ങനെ നടന്നു പോവാണ്. സഹാബിമാർ കുറച്ച് പേര് കൂടെ ഉണ്ട്. അപ്പോൾ മരുഭൂമിയാണല്ലോ. അപ്പോൾ അവിടെ ഒരു കഴുതങ്ങനെ ചത്തിട്ട് ചീഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ റസൂൽ ചോദിച്ചു, ആരാണ് ഇത്ര ദിർഹം കൊടുത്തിട്ട്, ഇത്ര പൈസ കൊടുത്തിട്ട് ഈ ചത്ത കഴുതയെ ആരെങ്കിലും വാങ്ങിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ സഹാബിമാർ ചോദിച്ചു, റസൂലേ,
വെറുതെ തന്നാൽ പോലും ഈ വേസ്റ്റായ ഈ ചീഞ്ഞ കഴുതയെ ആരെടുക്കാം? എന്നിട്ട് ആരെങ്കിലും പൈസ കൊടുത്ത് വാങ്ങുമെന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവും ഇതിലെ വിഭവങ്ങളൊക്കെ പടച്ചോൻ്റെ അടുത്ത് അത്രേ വിലയുള്ളൂ, അത്രേ വിലയുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഈ ചത്ത കഴുതക്കൊരു വില ഇല്ലാത്തതുപോലെ ഈ ദുനിയാവിലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നേടി നേടി കുറേ സമ്പത്തുണ്ടാക്കി എന്നതുകൊണ്ട് നമ്മൾ വലിയ ആളായി എന്ന് വിചാരിക്കേണ്ട. കാരണം പടച്ചോൻ്റെ അടുത്ത് അതല്ല വലുത്. പടച്ചോൻ്റെ അടുത്ത് നമ്മളിൽ എത്ര നന്മ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ ഏത് നന്മയുള്ള കൂട്ടായ്മയിലാണ്, കൂട്ടുകെട്ടിലാണ് നമ്മളുള്ളത്, നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതൊക്കെയാണ് അള്ളാഹു നോക്കുക. അതിനാണ് അള്ളാഹിൻ്റെ അടുത്ത് വില. അപ്പോൾ ഇത് ആളുകൾക്ക് മനസ്സിലാവുന്ന കോലത്തിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഓരോ സാഹചര്യം, അതിങ്ങനെ പ്രസംഗത്തിലൂടെ മാത്രം പഠിപ്പിക്കേണ്ട കാര്യമല്ല, നമ്മുടെ സാഹചര്യമൊക്കെ നോക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയാണ്, നമ്മൾ ഒരാളോടൊരു നന്മ കൽപ്പിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നോക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒരാളുടെ ജീവിതത്തിൽ നിന്ന് ഒരു തെറ്റ് വേണ്ട, അത് തെറ്റാണ്, അത് ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ നിന്ന് അത് ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് കൂടി നോക്കണം. അപ്പോഴാണ് നമ്മൾ ബാക്കിയുള്ളവർക്ക് മാതൃകയായി മാറുക. അപ്പോൾ നന്മകളുടെ വിഷയത്തിൽ നമ്മൾ മാതൃക ആവണം മറ്റുള്ളവർക്ക്. അപ്പോഴാണ് ബാക്കിയുള്ളവർ നമ്മളെ ഫോളോ ചെയ്യാനും നമ്മൾ പറയുന്നത് കേൾക്കാനും ഒക്കെ അവർ സന്നദ്ധമാവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.